രാവിലത്തെ കാഴ്ച ഒരു വല്ലാത്തൊരു കാഴ്ചയല്ലേ. തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാർ, ഞാനിങ്ങനെ പോകുന്നു ബസ്സിന്. ഈ പൂവ് ഇരിഞ്ഞ് കിടക്കുന്നുണ്ട്, എന്തൊരു ഭംഗിയാലേ. ഈ പൂവ് നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിങ്ങനെ പോകും ഈ കാട്ടിൽക്കൂടെ. വയനാടൻ കാടത്. റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, ഇപ്പം നന്നാക്കും. ജീപ്പ് അങ്ങനെ വരുന്നുണ്ട്. ജീപ്പ് കണ്ടോ? ജീപ്പ് കാണാത്തവരുണ്ടെങ്കിൽ ജീപ്പ് കണ്ടോളൂ. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനുള്ള ജീപ്പാണ് പോയത്. കാപ്പിയൊക്കെ കണ്ടോ? കാപ്പിയൊക്കെ ഉണ്ട്. കാപ്പി പറിക്കാനൊക്കെ പോകണം. ഞാൻ പോകില്ല കേട്ടോ, ആരെങ്കിലുമൊക്കെ പോകും. കാപ്പികളൊക്കെ ഇപ്രാവശ്യം വളരെ കുറവാണ്. 2 ഭാഗവും കാപ്പിത്തോട്ടാട്ടോ. ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ നടക്കാനുണ്ട് ബസ് കയറാൻ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഇതുണ്ട്. പുലി വന്നാലൊന്നും കാണില്ല, ഇപ്പം കാണും. വൈകുന്നേരം ഇങ്ങനെ വരുമ്പോൾ പുലി വന്നാലൊന്നും കാണില്ല. കടുവയും പുലിയൊക്കെ. അങ്ങനെ ഞാൻ എത്താറായി. ഇപ്പം എത്തും. ഈ പറമ്പ് കൊടുക്കാനുണ്ട്. 10 ഏക്കറയാണ്. 10 ഏക്കറ. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ഇടുക. ഇതെന്താണ് മരം? ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഇതിലേ ഇങ്ങനെ ഒറ്റ വീഴ്ച വീണാൽ മതി. ഉരുണ്ടങ്ങനെ അങ്ങ് ഈ ചിരളിൽ ഇങ്ങനെ അങ്ങ് പോകും. അപ്പം നല്ല റോഡാണ്, ഹൈവേ റോഡാണ്. ആ ജീപ്പ് തിരിച്ചു വരുന്നുണ്ട് സ്കൂൾ കുട്ടികളെ എടുത്തിട്ട്. ഒറ്റ കുട്ടിയേ ഉള്ളല്ലോ ഗേസ്. ഇന്ന് ഒരാളെ പോകുന്നുള്ളൂ. നിറയെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പൂക്കൾ, ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പൂക്കൾ, നല്ല രസം കാണാൻ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്താറായി. ഇതാണ് എൻ്റെ സ്ഥലം. എല്ലാവരും ചോദിക്കും, നീ എങ്ങോട്ടാ ഇങ്ങനെ നടക്കുന്നതെന്ന്.
ഇതാണ് എൻ്റെ സ്ഥലം. സൈലൻ്റ് ഏരിയ. ഈ രാവിലത്തെ കാഴ്ചകളാണ് ഇതെല്ലാം. ഞാൻ ഇതിലും നേരത്തെ പോകും. നല്ല മഞ്ഞായിരിക്കും. തണുപ്പായത് കാരണം കുറച്ച് വൈകിട്ടാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നത്. ഇതിലധികം ബസ്സൊന്നുമില്ല. ആകെ ഒരു ബസ്സാണ് ഉള്ളൂ ടൗണിലേക്ക്. ടൗൺ അല്ലെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ, രണ്ടും കൂടിയ സ്ഥലം. ഇവിടെ നല്ല റോഡാട്ടോ. നല്ല അടിപൊളി സ്ഥലം. എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ കുറച്ച് റോഡിന് ചെറിയൊരു എന്താ പറയുക, കുണ്ടും കുഴിയും ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ ഇത് കുഞ്ഞി കടയുണ്ട് ഇവിടെ. ഇത്രയൊക്കെ ഉള്ളൂ.